അപ്പൊ മച്ചാന്മാരെ നോക്ക് നമ്മുടെ ബീഫ് എത്തിയിട്ടുണ്ടേ. അപ്പൊ മച്ചാന്മാരെ ബീഫിന്റെ കാലെത്തി. ഇനി നമുക്ക് ചക്ക വേണം, ചക്ക. അപ്പൊ ഇടിച്ചക്ക പരിപാടി നമുക്ക് വേണ്ടേ. ഓ കോഴി വിടാണ്ട് ഇതൊക്കെ ചള്ള പരിപാട്. ഇതിന്റെ മുകളിൽ ഇത്തിരി കൂടി വലുപ്പമുള്ള ഇടിച്ചക്ക പരിവുണ്ട്, അതാണ് നമ്മൾ ഇടുന്നത്. അപ്പൊ നമ്മുടെ ചക്കക്കുട്ടനെ വലിച്ചിടാൻ നേരെ മോനെ ക്യാച്ച് പിടിച്ചോട്ടെ താഴെ. ആഹാ നല്ല പരുവത്തിൽ കിട്ടിയിട്ടുണ്ടേ. ഹായ് മച്ചാന്മാരെ, എല്ലാവർക്കും ഫുഡിലേക്ക് സ്വാഗതം. അപ്പൊ മച്ചാന്മാരെ ഇന്ന് നമ്മളൊരു ഷവർമയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സാധാരണ ഷവർമ ചിക്കനും ബീഫൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടാവും. പക്ഷേ ചക്ക ബീഫ് ഷവർമ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടില്ലെങ്കിൽ പോരെ, ഇത് നമ്മൾ പൊളിക്കാനായിട്ട് പോവാണ്. അപ്പൊ കുറെ പണികളുണ്ട്, നേരെ നമ്മുടെ പണികൾ ഓരോ തുടങ്ങിയാലോ. അപ്പൊ നമ്മുടെ ബീഫ് കൂട്ടന് ഇനി ചെത്തിന്റെ ഇറച്ചിയൊക്കെ നമ്മൾ പുറത്തെടുക്കാൻ പോവാണ്. അപ്പൊ നമ്മുടെ ഇറച്ചിനെ നമുക്ക് ചെത്തി മാറ്റണം കേട്ടോ. നല്ല ഫാറ്റുള്ള ഇറച്ചിയാണ്, ലോട്ട്സ് ഓഫ് ഫാറ്റ്. മുകളിൽ പാടേക്കുള്ളത് മാറ്റാട്ടോ. ഇപ്പം നമ്മുടെ കാലുമേന്ന് ഇറച്ചി പീസുകൾ ഓരോന്നായിട്ട് അരിഞ്ഞരിഞ്ഞ് സെറ്റാക്കിയതേ. കാലങ്ങളുടെ മൊത്തത്തിൽ എല്ലാം മാത്രമാക്കി എടുക്കണം. അങ്ങനെ നമ്മുടെ ബീഫിന്റെ കാലുമുള്ള ഇറച്ചിയൊക്കെ നമ്മൾ ചെത്തി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ കാല് നമുക്ക് ആവശ്യമില്ല, ഇത് വെച്ചാണ് ബാക്കി പരിപാടി. ഇനി നല്ലോണം കഴുകിയെടുക്കണോട്ട് ഒരു 3 റൗണ്ടെങ്കിലും നമുക്ക് കഴുകി സുന്ദര കുട്ടപ്പനാക്കി എടുക്കണം നമ്മുടെ ഇറച്ചിയെ. അപ്പോൾ നമ്മുടെ നെയ്യൊക്കെ ഇല്ലേ ഇറച്ചിന്ന് കുറച്ച് ഒഴിവാക്കാം കേട്ടോ, അധികം നെയ്യ് നമുക്ക് ആവശ്യമില്ല. അങ്ങനെ അനാവശ്യമായിട്ട് നിൽക്കുന്ന നെയ്യൊക്കെ നമുക്ക് ചെത്തി ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മീറ്റ് നല്ല സ്ലൈസ് ആക്കിയിട്ട് നമ്മൾ അരിഞ്ഞെടുക്കാനായിട്ട് പോവാണ്. അപ്പൊ ഓരോ പീസുകളായിട്ട് എടുത്ത് പാളിയാക്കി എടുക്കണോട്ടോ നമുക്കിനി. ഈ പീസുകളൊക്കെ നോക്കിയാൽ ഇതിലൊന്നും ഫാറ്റേ ഇല്ല കേട്ടോ, നല്ല അടിപൊളി അലുവത്തുണ്ടം പോലത്തെ പീസാണ്. ഇതിനൊക്കെ നമുക്ക് ചെത്തിയെടുക്കാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ നമ്മൾ ചെത്തുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇങ്ങനെയൊക്കെ ചെത്തുമ്പോൾ കൈ മുറിയാതെ നോക്കണം. അങ്ങനെ മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ കണ്ട നല്ല കിടുക്കാച്ചി പീസുകൾ കിട്ടും. പക്ഷെ നമുക്ക് കുറച്ച് ഫാറ്റും ഇതിൽ ആവശ്യമാണ്. നമ്മുടെ മീറ്റ് കുക്കാവുന്ന ടൈമിൽ ഭയങ്കര റബ്ബറി ആയിപ്പോൾ അത് സോഫ്റ്റ് ആയിട്ട് നിൽക്കണമെങ്കിൽ കുറച്ച് ഫാറ്റ് എന്തായാലും വേണം കേട്ടോ. ഇത് സംഭവം നമ്മൾ ഇറച്ചി വെട്ടണ പോലെ അത്ര എളുപ്പമല്ല കേട്ടോ. നമുക്ക് സ്ലൈസ് ആക്കി ഇങ്ങനെ ചെത്തിയെടുക്കണത് സമയം എടുക്കണ പരിപാടിയാണ്. അതുപോലെ നമ്മുടെ കൈയൊക്കെ ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിലും പ്രശ്നമാണ്. കണ്ട നല്ല തിന്നായിട്ട് നമ്മളിങ്ങനെ ചെത്തി പരുവത്തിലാക്കി എടുക്കണേ. അങ്ങനെ മച്ചാന്മാരെ കുറേ നേരത്തെ പണികൾക്ക് ശേഷം നമ്മളുടെ ഇറച്ചി പീസൊക്കെ നല്ല അലുവ തുണ്ടം പോലെ അരിഞ്ഞ് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഈ കാണുന്ന പീസുകളൊക്കെ കണ്ട തുണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് മസാല വെക്കാനുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ നോക്കാട്ടാ. അപ്പം ഇനി നമ്മുടെ ബീഫ് ഷവർമയ്ക്കുള്ള മസാല ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ സ്ലൈസ് ആയിട്ട് നമ്മൾ വെച്ചിരിക്കുന്ന ബീഫിനെ നമുക്കിവിടെ പരത്തി ഒന്ന് സെറ്റ് ചെയ്യാട്ടാ. നമ്മൾ ആദ്യം ഒന്ന് അടുക്കി കൊടുക്കുക. ഇനി നമ്മൾ ഓരോ ലെയറായിട്ടുണ്ട് മസാല ഇടാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മുടെ കുരുമുളക് പൊടി എടുത്ത് നേരെ ഇതിലിട്ട് കൊടുക്കുക. ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. കാശ്മീർ ചില്ലി പൗഡർ, നമ്മളത് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഓരോ ലെയറുകളായിട്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ പോവാണേ. അടുത്ത ലെയറിലേക്കുള്ള മസാല സെറ്റാക്കണേ. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ലെയർ ബീഫ് വെച്ച് കൊടുക്കുകയാണേ. അവസാനമായി നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. അപ്പോൾ നമ്മുടെ ലെയർ ബൈ ലെയർ ആയിട്ട് നമ്മുടെ മീറ്റ് വെച്ച് മസാല ഇട്ട് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മസാല തേച്ച് വെച്ച ബീഫ് കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഷവർമയ്ക്കുള്ള കമ്പിയിലേക്ക് ഇത് കുത്തിയെടുക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മുടെ ഈ കാണുന്ന കമ്പിയിൽ ഒരു പ്ലേറ്റ് വെച്ചെടുത്തിട്ടുണ്ട് താഴെ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇനി നമ്മുടെ മീറ്റ് കുത്തി ഇറക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ഓരോ പീസുകളായിട്ട് എടുത്ത് കയറ്റി കൊടുക്കുകയാണേ. ഇന്ന് ദൈവം സഹായിച്ച് അപ്പുറത്തെ എവിടെ ഒരു മരമുറി നടക്കുന്നുണ്ട്. ഇനി വീഡിയോ മൊത്തം സൗണ്ട് ആയിരിക്കുള്ളൂ കേട്ടോ. അങ്ങനെ ഓരോ പീസുകളായിട്ട് നമ്മൾ കമ്പിമ്മയ്ക്ക് കോർത്തെടുക്കുകയാണേ. അപ്പോൾ വെച്ച് നമ്മൾ നല്ല ടവർ പോലെ അറ്റം വരെ എത്തിച്ചെടുക്കൂട്ടത്. അങ്ങനെ നമ്മുടെ ബീഫ് പീസുകൾ ഓരോന്നായിട്ട് കയറ്റി നമ്മൾ നല്ല ടവർ പരുവത്തിനാക്കി കൊണ്ടുവരാൻ കേട്ടോ. അപ്പോൾ ഈ അറ്റം വരെ നമ്മളിതുപോലെ നിറച്ചെടുക്കണേ.
നല്ല വെയിറ്റ് ആയിട്ടാ കമ്പിയമ്മേ. അങ്ങനെ നമ്മുടെ ബീഫ് ലെയറുകൾ ഓരോന്നായിട്ട് അട്ടിയിട്ട് ഈ ലെവലെത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ലെയർ അല്ല, അവസാനത്തെ പീസ് ഈ ഹൈറ്റിൽ ഇപ്പോൾ നമ്മളെ കറക്റ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഷവർമയ്ക്കുള്ള ടവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഈ സാധനം നമുക്ക് ഷവർമയ്ക്ക് എടുക്കുന്ന ഒരു ഷവർമ മെഷീൻ വേണ്ടേ, അത് നമുക്കൊന്ന് സെറ്റപ്പ് ആക്കാം. അപ്പോൾ നമ്മുടെ ഷവർമ മെഷീനാണ് ഈ കാണുന്നത്. നമ്മൾ ഒരെണ്ണം സെറ്റപ്പ് ചെയ്തെടുത്താണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഇവിടെ നമ്മുടെ കമ്പി ഇറക്കി വെക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട്. ഇതിലേക്ക് നമ്മൾ ഇറക്കി വെക്കണു. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ നോക്കണേ വേറെ സെറ്റപ്പാണ്. ഇനി ടോപ്പ് പോർഷനാണ് ഇങ്ങനെ കയറ്റി വെച്ചിട്ട് നമ്മൾ നട്ട് ബോൾട്ട് ഇട്ട് ലോക്ക് ചെയ്യാനുള്ള സെറ്റപ്പാണ്. മച്ചാമാരെ, നമ്മുടെ ചക്ക ഷവർമ ഉണ്ടാക്കാനുള്ള ഷവർമ മെഷീനാണ് കേട്ടോ ഇത്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഗ്യാസിലോ കറണ്ടിലോ ഒന്നല്ല വർക്ക് ചെയ്ത്, ചാർക്കോളിലാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇല്ലേ, ഈ കാണുന്ന ബോക്സിന്റെ ഉള്ളിലാണ് നമ്മൾ ചാർക്കോൾ ഇടാനായിട്ട് പോകുന്നത്. ആ ചാർക്കോളിന്റെ ചൂട് കിട്ടാനായിട്ട് നമ്മൾ ഫ്രണ്ടിൽ ഗ്രില്ല് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം ചാർക്കോൾ പുറത്തിട്ട് കത്തിച്ചിട്ട് നല്ല കനലാക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിറച്ചിട്ടാണ് നമ്മൾ ഈ സാധനം കുക്ക് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ സംഭവം നല്ല ഫ്രീ ആയിട്ട് കറങ്ങാൻ പാകത്തിനാണ് നമ്മൾ വെച്ചിരിക്കുന്നത് കേട്ടോ. ഇതിങ്ങനെ കറക്കി നമുക്ക് പതിയെ ചൂടാക്കി ചെത്തിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കരി കത്തിച്ചത് സെറ്റ് ആക്കി എടുക്കാട്ടാ. അങ്ങനത്തെ നമ്മുടെ നല്ല കനലുള്ള കരി കൊണ്ടുവന്ന് നമ്മളിതിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. നല്ല നട്ടുച്ച വെയിലാണ്, അതാണ് ഈ കനലിൻ്റെ ആ ഒരു ഗോൾഡൻ ഫീല്, അതായത് ചോന്ന് നിൽക്കണ പഴം പോലെ നിൽക്കണ ഫീല് കിട്ടാത്ത നല്ല ചൂടാണ്. ഈ പരിസരം മൊത്തം ചൂടാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഇട്ടുകൊണ്ട് പോരുത് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് വന്ന് പതിയെ കറക്കി കൊടുക്കണം, എന്നാലേ നമ്മുടെ ഐറ്റം പതിയെ കുക്കായി വരുള്ളൂ. കണ്ട ആ ഓയിലൊക്കെ അതുമേന്ന് ഇങ്ങനെ ചൂടായി ഇറങ്ങണ കണ്ട, അടിപൊളി. വാവ് മോനെ, കണ്ട ഓയിലൊക്കെ ഇറങ്ങണ. ഇനി നമ്മുടെ ചാർക്കോൾ ഷവർമ മെഷീനിൻ്റെ ആ കൊട്ടും ചൂടിൽ കിടന്ന് നമ്മളുടെ മീറ്റ് ടവർ നല്ല അടിപൊളിയായിട്ട് വെന്ത് സെറ്റാവാണ്. ഇപ്പം നോക്കുകയാണെങ്കിൽ ശരിക്കും നമ്മളിതിൽ നല്ലോണം ഫാറ്റ് ആഡ് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ മീറ്റ് ഒട്ടും തന്നെ ഡ്രൈ ആവാതെ നമുക്ക് സെറ്റായി കിട്ടും. അപ്പോൾ നമ്മുടെ ആ ഒരു ഓയിൽ ചെറുതായിട്ട് താഴേക്ക് വരുന്നതൊക്കെ നമുക്കിതിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് വരും. നോക്കി നല്ല അടിപൊളിയായിട്ട് കുക്കാവാണ്. അങ്ങനെ കാക്ക കൊള്ളാത്ത വെയിലത്ത് നല്ല തീ കത്തണ നേരത്ത് നമ്മുടെ ഷവർമ കുട്ടൻ കമ്പിമ കിടന്ന് കറങ്ങാണ്. ഓ മോനെ, ആ ഓയിലൊക്കെ നോക്കി താഴേക്ക് വന്ന്. അപ്പൊ ചെത്തി ഇറക്കാൻ നേരെ നമ്മുടെ ബീഫ്. കറക്കി ആവുന്നതാവും നമ്മൾ ചെത്തിയെടുക്കുകയാണേ. നമ്മൾ ഈ ചെത്തിയിറക്കണ സമയത്ത് ഇടയ്ക്ക് ബീഫും ഒരു ചെറിയ റെഡിഷ് പിങ്ക് കളറാണല്ലേ, അതിന് ഇറച്ചി വെന്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആരും വരില്ല കേട്ടാ. മുമ്പൊക്കെ ആളുകൾ അങ്ങനെ പറയാറുണ്ട്, പക്ഷേ ഇപ്പോൾ ഒരു എല്ലാവർക്കും അത് മനസ്സിലായി തുടങ്ങി. നമ്മുടെ ബീഫിലുള്ളൊരു മയോഗ്ലോബിൻ എന്ന് പറഞ്ഞ ഒരു പ്രോട്ടീൻ കണ്ടന്റ് കാരണമാണ് ആ ഒരു റെഡിഷ് കളർ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ബീഫ് കുക്ക്ഡ് ആയിട്ടില്ല എന്നല്ല. അത് ഇപ്പോൾ ഒരുവിധം എല്ലാവർക്കും അറിയാം, എന്നാലും അറിയാത്തവരുണ്ട്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ആ ബീഫ് വെന്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതാണ് ഇതിൻ്റെ കുക്കിംഗ്. ജ്യൂസി. ഇനിയിപ്പോൾ നമ്മുടെ മീറ്റ് നമ്മൾ മാറ്റാണ്.
വാവ് വാവ് എൻ്റെ മോനെ. സൂപ്പർ. ഓ ജിഗ്ലിംഗ് പീസ്. പൊളി. ഇത് മിക്കവാറും ഷവർമ്മ വഴിയില്ല, ഇട്ടിട്ട് ഞാൻ തന്നെ തിന്നിരിക്കുന്നു തോന്നുന്നു. ഇനി ഇതേ നമ്മൾ ചെത്തിയറിക്കാൻ നമ്മുടെ ബീഫ് ഇനി നമുക്ക് ചെറിയ ചെറിയ പീസുകളാക്കി അരിഞ്ഞെടുക്കണം. ഓക്കെ, ചെറിയ ചെറിയ പീസുകളാക്കി മാറ്റി വയ്ക്കാം കേട്ടോ. കണ്ട ചെത്തി ചെത്തി കമ്പി എത്താറായിട്ടോ. ഇനി നമ്മുടെ ഷവർമ്മയ്ക്കുള്ള പീറ്റ ബ്രെഡ് ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കാം. കുറച്ച് മൈദ ഇട്ട് കൊടുക്കാട്ടാ, കുറച്ച് ഇൻസ്റ്റന്റ് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം, ഇനി കുറച്ച് പഞ്ചാര, ഇനി കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. മിക്സ് മിക്സ് മിക്സ്. ഇനി ആവശ്യത്തിന് ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മുടെ മാവ് ഒന്ന് പൊന്തി വരാനായിട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം പരത്തിയിട്ട് നമ്മുടെ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കണോ അല്ലെങ്കിൽ ചുട്ടെടുക്കുക. അപ്പോഴത്തേ നമ്മുടെ മാവൊക്കെ പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഓരോ പോർഷൻസ് ആയിട്ട് നമുക്കെടുത്ത് ബോളാക്കി എടുക്കാം. അങ്ങനത്തെ ഓരോ ഉണ്ടകളാക്കി സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി നമ്മുടെ പീറ്റ ബ്രെഡ് പരത്തിയെടുക്കാം. നമ്മുടെ ചപ്പാത്തിയൊക്കെ പരത്തണ പോലെ നമുക്ക് പരത്തിയെടുക്കണോട്ടാ. അപ്പതേ നമ്മുടെ പാത്രം വെച്ച് കൊടുക്കാട്ടാ. അപ്പം ഇനി ചുട്ടെടുക്കാലോ. ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട്, ഇനി ചുട്ടെടുക്കാനുള്ള പരിപാടി നോക്കാം. അപ്പോൾ അതേ ചെറിയ കോമളയൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ബ്രെഡ് തിരിച്ചിടാട്ടാ. ഇനി നമ്മുടെ മെയിൻ താരം ചക്കക്കൂട്ടിനെ വെച്ചിട്ടുള്ള പരിപാടിയാണ്. അപ്പം നമ്മുടെ ചക്കക്കൂട്ടിനെ വെട്ടി മുറിക്കുകയാണ്. ഓ ഓ ഓ ഇളം ചക്കയാണ്. നമ്മുടെ ചക്ക വിളുങ്ങി വരുന്നുണ്ട്. നമുക്ക് ടിഷ്യൂ വെച്ച് മൊത്തത്തിൽ വടിച്ചെടുക്കാട്ടോ. ഓക്കെ, ഇനി ഇതേ നമ്മുടെ ചക്കക്കൂട്ടനെ ചെറിയ ചെറിയ വട്ട പീസുകളാക്കി മുറിച്ചെടുക്കുകയാണ്. വാവ്, മൂക്കാത്ത ചക്കയാണ്. നമ്മളെ ഇടിയൻ ചക്ക പരുവത്തിലുള്ള ചക്കയാണ് നമ്മൾ എടുക്കുന്നത്. മുകളിൽ നമ്മൾ വെട്ടുമ്പോൾ വിളങ്ങിയും വരും. അത് നമ്മൾ ടിഷ്യൂ വെച്ചോ അല്ലെങ്കിൽ ഒരു വടിക്കഷ്ണം വെച്ചോ നമ്മളിങ്ങനെ തുടച്ച് മാറ്റണം. കുഞ്ഞിച്ചക്ക ആയതുകൊണ്ട് വിളങ്ങി നിൽക്കാതെ വന്നുകൊണ്ടിരിക്കുവേ. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ തുടച്ച് കളയണം. നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ചെത്തിയെടുക്കാട്ടാ. ഇതാണ് ഇച്ചിരി എളുപ്പം. വാവ്, കണ്ട ഒറ്റ ഷീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ നാട്ടിൽ കറക്റ്റ് ഇടിയൻ ചക്കയുടെ സീസണാണ് കേട്ടോ. അതായത് ചക്ക വന്ന് മൂത്ത് തുടങ്ങണ്ടാവുള്ളൂ. അപ്പോൾ കുറേ പേർക്ക് ചക്ക പഴുത്തത് കഴിക്കുന്നത് ഇഷ്ടമായിരിക്കില്ല. അപ്പോൾ പിള്ളേരൊക്കെ പഴുത്തത് കഴിക്കാത്തവരുണ്ടെങ്കിൽ ഇതേ നല്ല ഇടിച്ചക്കയായിട്ട് അങ്ങനെ ഒരു ഇടിയൻ ചക്ക വെച്ച് കൊടുത്തു നോക്കിയാൽ അവരൊക്കെ എങ്ങനെ കഴിച്ചു നോക്കിയാൽ മതി. കുറച്ച് മെനയുടെ പണിയാണെങ്കിലും ഇല്ലേ, ഈ സാധനം എന്തോരം ഗുണമുള്ളതാണെന്നറിയോ. നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് വേണ്ടെങ്കിലും ഇതൊക്കെ എക്സ്പോർട്ടായി പോകുന്ന സാധനങ്ങളാണ്. അപ്പം നല്ല സാധനങ്ങൾ നമ്മൾ വീട്ടിലുണ്ടാവുന്നത് കളഞ്ഞിട്ടാണ് ഈ ഹോർലിക്സും കോംപ്ലാനൊക്കെ വാങ്ങിച്ച് കഴിക്കണേ. അപ്പോൾ വീട്ടിലുള്ള ചക്കയും മാങ്ങയും അങ്ങനത്തെ നല്ല നല്ല സാധനങ്ങൾ ആദ്യം കഴിക്കുക. എന്നിട്ട് പല പല പുറത്തുനിന്ന് കിട്ടുന്ന സാധനങ്ങളുടെ പിന്നാലെ പോവുക. ഇതൊക്കെ എന്ത് ഔഷധമുള്ള സാധനങ്ങളാണെന്ന് അറിയുമോ ഇതൊക്കെ. ഇനി ഇതേ നമ്മുടെ കുക്കറിലേക്ക് നമ്മുടെ ചക്ക ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ. നമുക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇത് കുറച്ച് വെള്ളമൊഴിച്ച് വേവിക്കാൻ വയ്ക്കാം. ഇനി കുക്കർ അടച്ച് ഒന്ന് വിസിലടിച്ചെടുക്കാം കേട്ടോ. ഇനി നമ്മുടെ സവാള അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണേ. ഇനി നമ്മുടെ സവാള ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ സവാള ഒന്ന് വഴഞ്ഞു വരുന്നവരെ നല്ലോണം ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി നമ്മുടെ ഇടിച്ചക്ക ചതച്ചത് നമ്മൾ ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ നേരെ കുക്കറിലിട്ട് അടിച്ച് പുഴുങ്ങി എടുത്തിട്ട് ചതച്ചെടുത്താണേ.
ഇനി ഇതിലേക്ക് ഇതേ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, ലേശം കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, നല്ലോണം ഇളക്കി സെറ്റാക്കി എടുക്കാം കേട്ടോ. നല്ലോണം കൊത്തി സെറ്റാക്കി എടുക്കണേ. എന്നിട്ട് നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട്. ഈ പരുവത്തിൽ നമ്മൾ കോരി മാറ്റണം കേട്ടോ. വാവ്, നല്ല ആവി പറക്കുന്നത്. അങ്ങനെ ഫൈനലി നമ്മുടെ ചക്ക ബീഫ് ഷവർമയ്ക്കുള്ള എല്ലാ ഐറ്റംസും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ നമ്മുടെ റാപ്പ് ചെയ്യാനുള്ള ബട്ടർ പേപ്പർ ഉണ്ട്, ഇത് കുറച്ചധികം നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നേരെ നമ്മളിത് വയ്ക്കുന്നു. ഇനി ഇതേ നമ്മുടെ പീറ്റ ബ്രെഡ് എടുക്കുക, ഒരെണ്ണം കൂടെ വെച്ച് കൊടുക്കുക. ഇനി നമ്മുടെ കെച്ചപ്പ് എടുത്ത് ഒഴിച്ച് കൊടുക്കുക. വാവ്. ഇനി നമ്മുടെ മയോ. വാവ്. ഇനി നമ്മുടെ ഇടിച്ചക്ക പരുവത്തിൽ വെച്ചേക്കണം നമ്മുടെ ചക്ക. ഓ ഓ ഓ, നല്ല മണം വരുന്നുണ്ടേ. ഇനി ഇത് നമ്മുടെ ബീഫാണേ. വാവ്, റിച്ചാക്കിയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ആകുമ്പോൾ വൺ മോർ നമ്മുടെ മയോ കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതേ നമുക്ക് നേരെ ഒന്ന് റാപ്പ് ചെയ്യാം. റാപ്പ് റാപ്പ് റാപ്പ്. ഓക്കെ, ഒന്ന് ചാടിച്ച് വയ്ക്കാട്ടോ, നമുക്ക് കടിക്കാൻ എളുപ്പത്തിൽ. ബാക്ക് സൈഡ് മടക്കി അങ്ങോട്ട് കുത്തിക്കയറ്റി വയ്ക്കാം. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഷവർമ റെഡി ആയിട്ടുണ്ട്. ഇവരെ നമുക്കിനി പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ചക്ക ബീഫ് ഷവർമ റെഡി ആയിട്ടുണ്ട്. ഇനിയാണ് ടേസ്റ്റിംഗ് ടൈം. അങ്ങനെ മച്ചന്മാരെ നല്ല കുലീന കവനീയമായിട്ടുള്ള നമ്മുടെ ബീഫ് ചക്ക ഷവർമ നമ്മുടെ ഫ്രണ്ടിൽ റാപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇത് കഴിക്കാനുള്ള മച്ചന്മാരെ വിളിക്കുക, കഴിക്കുക. പറയുമ്പോൾ തന്നെ വായത് കപ്പലോടാണ്, മച്ചന്മാരെ വായത് കപ്പലോടാണ്. അപ്പോൾ നമ്മളുടെ കമനീയ സാധനം അടിച്ചു നോക്കണ്ടേ. അപ്പോൾ ഇത് കഴിക്കാനുള്ള മച്ചന്മാരെ ഇതിനടാ നോക്കണ്ട, പെടച്ചോ. ഇത്ര നേരം പണിയെടുത്താലേ കഴിച്ചിട്ട് തന്നെ കാര്യം. മോൾക്കുള്ളത് റാപ്പ് അൺറാപ്പ് ചെയ്ത് തരാം. മറിയാമ്മേ, നീ കൈ നീട്ടണം, നിനക്ക് കഴിക്കാറായിട്ടില്ല. നീ നോക്കി, അമ്മ കഴിക്കട്ടെ, അന്ന് നിനക്ക് എങ്ങനെയാലും കിട്ടും. ഓക്കെ, ഓ ആ കഴിച്ചോ കഴിച്ചോ. ഇത്ര നേരം വെയിറ്റ് ചെയ്ത സാധനം എങ്ങനെയുണ്ട് നോക്കാം. ഓ ഓ, കാണുമ്പോൾ തന്നെ കമനീയം, രക്ഷയില്ല. മോനെ, ശരിക്കും ചക്കയുടെ ഫ്ലേവർ അല്ലേ? ചക്കയുടെ ഫ്ലേവർ ഒക്കെ അടിപൊളി. ദൈവമേ, ഇത്ര നാളെ ഞാനൊരു ചക്ക ഇട്ടിങ്ങനെ ഒരു ഷവർമ ഉണ്ടാക്കാൻ തോന്നിയില്ല എന്ന് ആലോചിച്ചിട്ട് സങ്കടം തന്നെയാണ്. കമനീയ കോമള സാധനം, ഒരു രക്ഷയില്ല. എങ്ങനെയുണ്ടാ? നോക്കിയേ, നല്ല ജ്യൂസി ആയിട്ടിരിക്കുന്ന, അടിപൊളിയായിട്ടിരിക്കുന്ന. ഉണ്ടാക്കി കഴിച്ചോ മക്കളെ, ഉണ്ടാക്കി കഴിച്ചോ. വായിൽ കപ്പലോടുക, കപ്പല് സാധനം. മറിയാമ്മനെ വെച്ചിട്ട് കൊതിപ്പിച്ച് ഞങ്ങൾ കഴിക്കാൻ കേട്ടോ. നിങ്ങൾക്ക് കഴിക്കാറായിട്ടില്ല, നീ വലുതോട്ടെ. മറിയാമ്മയ്ക്കൊരു നോട്ടുണ്ട്. മറിയാമ്മ അപ്പച്ചനൊക്കെ പാപ്പു കൈ നീട്ടണ. സൂപ്പർ. ഷവർമയ്ക്ക് അമ്മക്ക് തൊലി പൊളിച്ചു കൊടുക്കേന്. ഷവർമയുടെ തൊലി പൊളിച്ചു കൊടുക്കേണ് അമ്മക്ക്. കടിക്കാൻ വേണ്ടി നീ അതിനുള്ളതായിട്ടില്ല കേട്ടാ. തുണിമൊക്കെ കാണിക്കണം നീ. ഞാൻ ആരടി നീ? എടി നീ ഇതിപ്പോ കഴിക്കാനായിട്ടില്ല. ആവുമ്പോ അപ്പച്ച തരാട്ടാ. ഇത് വാവയ്ക്ക് ഇപ്പൊ കഴിക്കാനായിട്ടില്ല. വാവുമ്പോ അപ്പച്ച തരാട്ടാ. അങ്ങനെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ക്യാമറ അങ്ങോട്ട് കൊടുത്തുകൊണ്ട്
ഒരാൾ കൊതിയും കെട്ടി വന്നിട്ടുണ്ട് കേട്ടോ. പ്രവീണ് വണ്ണുള്ളത് വേണോ വണ്ണില്ലാത്ത വേണോ? ഇടത്തറ സാധനം. ഇടിത്തറ അതൊരു സാധനോടാ, ഇടിത്തറ സാധനം. പെൺമച്ചൻ കഴിച്ചു നോക്കിയിട്ട് പറയൂട്ടെ എങ്ങനെയുണ്ടെന്ന്. പെൺമച്ചൻ്റെ പ്രത്യേകത എന്ന് പറയും, ഒരു സാധനം കഴിച്ചിട്ട് കൊള്ളൂല്ലെങ്കിൽ നല്ലതാണെന്ന് പറഞ്ഞിട്ട് എന്നെ നോക്കിയിട്ട് ഒരു ചിരിയിരിക്കും. നല്ല സാധനം മിണ്ടാണ്ടിരുന്ന് കഴിച്ചോളും. അതാണ് പ്രവീൺമച്ചാൻ നല്ലതാണോ ചീത്തയാണെന്ന് അറിയാനുള്ള വഴി. പൊട്ടനെന്ന് പറയൂല. പൊട്ടനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും ചെയ്ത് വെച്ചിട്ടുള്ളൂ അല്ലേ. പേപ്പറൊക്കെ ചെയ്യുന്നല്ലേ, അതൊക്കെ പൊളിച്ചാ ശരിയാ. നല്ല സാധനം, നല്ല അടിപൊളി കുലീന സാധനം. കുലീന സാധനം. നല്ല കുല സാധനം. നിംഡ സുഖേ ഒരു മയത്തിൽ കഴിച്ചാൽ മതി, ആരും കൊണ്ടുപോവില്ല അത്. ഓക്കെ, നല്ല സാധനം കേട്ടോ. നല്ല ഷവർമ, നല്ല ബീഫ് ഷവർമ, അടിപൊളി ഷവർമ. പിന്നെ എന്തൊക്കെ ഉണ്ട്? ശരിയാണല്ലോ. മെയിൻ വേറെ സാധനം ഇട്ടിട്ടുണ്ടായി, ചക്ക 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 ഷവർമ, ചക്ക ബീഫ് ഷവർമ. സൂപ്പർ. ജീ ഉണ്ടാക്കുന്ന പറയുന്നത് സൂപ്പർ ഉണ്ട്. അപ്പൊ മച്ചാന്മാരെ, ഇന്നത്തെ നമ്മളുടെ ചക്ക ബീഫ് ഷവർമ അങ്ങനെ ഉണ്ടാക്കി കഴിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, അടിപൊളിയായിരിക്കുള്ളൂ. കുറച്ച് പണിയെടുക്കേണ്ടി വരും, പക്ഷേ കുറേശ്ശൊക്കെ വീട്ടിലുണ്ടാക്കണമെങ്കിൽ അധികം പണിയൊന്നുമില്ല. നമുക്ക് ചെറിയ രീതിയിലും ഇത് ഉണ്ടാക്കാൻ പറ്റും. ചക്കയൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് ചെല്ലട്ടെ, അടിപൊളി സാധനമാണ്, ശരീരത്തിനൊക്കെ നല്ലതാണ്. കുറേ ഗുണങ്ങളുള്ള സാധനമാണ് നമ്മുടെ ചക്കയായാലും ഇടിയൻ ചക്കയായാലും എല്ലാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ മച്ചാന്മാരെ, ഇതിൽ നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണുന്ന പ്രതീക്ഷയിൽ ക്യാമറ മച്ചൻ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.